ഇനി പി എച്ച് പിയിനകത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഫങ്ഷൻസ്. സോ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ബിൽഡ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്, പിന്നെ ഒന്ന് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. ബിൽഡ് ഇൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പി എച്ച് പിക്കകത്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് ലൈബ്രറിക്കകത്ത് ഇൻബിൽഡ് ഫങ്ഷൻസ് കാണും. ലൈക്ക് എഫ് ഓപ്പൺ, എഫ് റീഡ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഇതൊരു ഇൻബിൽഡ് ഫങ്ഷൻസ് ആണ്. അതുപോലെ തന്നെ ഡംപ്, വേർ എന്നൊക്കെ പറയുന്നത് അതൊക്കെ എല്ലാം ഇൻബിൽഡ് ഫങ്ഷൻസ് ആണ്. നമ്മൾ ഇൻബിൽഡ് ഫങ്ഷൻസ് അല്ലാതെ തന്നെ നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്, അതായത് നമ്മളൊരു കസ്റ്റമായിട്ടുള്ള ഒരു ഫങ്ഷൻ ഉണ്ടാക്കിയിട്ട് ആ ഫങ്ഷനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷന് ചിലപ്പോൾ അതിനകത്ത് പാരാമീറ്റേഴ്സും കാണും, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സും കാണും, അല്ലെങ്കിൽ ഒന്നും കാണത്തില്ല, നോർമൽ ഫങ്ഷൻ ആയിരിക്കും നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫങ്ഷൻസ് നമുക്ക് കോഡ് വഴി നോക്കാം. ഇത് ഞാനിത് കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫങ്ഷനകത്ത് നമ്മൾ നോർമലി ഫങ്ഷൻ പേര് എഴുതിയിട്ട് അതിനകത്ത് ഗ്രീറ്റ് എന്ന് പറയുന്ന സാധനം കൊടുക്കുക. ഇത് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി നോർമൽ ഫങ്ഷൻ ആണ്. ഓക്കെ, ഫങ്ഷൻ്റെ സിൻടാക്സ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഈ ഫങ്ഷനകത്ത് എക്കോ ഹലോ വേൾഡ്, ഓക്കെ, ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുക്കും. അതിനകത്ത് നമ്മളിവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു ഫങ്ഷനെ നമ്മൾ വിളിക്കണം. ഓക്കെ, ഈ ഒരു ഫങ്ഷനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പി എച്ച് പി ഫയൽ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിങ്ങനെ കിട്ടും. ഓക്കെ, ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് വന്നു. ഇനി അടുത്തത് എനിക്കിവിടെ ഒരു പാരാമീറ്റർ ആണ് കൊടുക്കുന്നെങ്കിൽ, ഓക്കെ, ഒരു ഫങ്ഷൻ വിത്ത് പാരാമീറ്റർ ആണെങ്കിൽ ഞാനിവിടെ ഒരു പാരാമീറ്റർ ആഡ് ചെയ്യും. അതെന്ന് പറയുന്നത് ഡോളർ നെയിം എന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ അവിടെ ഹലോ വേൾഡ് എന്ന് പകരം നമ്മളിവിടെ മാറ്റിയിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇത് കൊടുത്തിട്ട് നമ്മൾ 2 ഡോട്ട് കൊടുക്കും. അതിനകത്ത് നമ്മളിവിടെ ഡോളർ നെയിം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോളർ നെയിമിനകത്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്കൊരു ഡൈനാമിക് വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഗ്രീറ്റിനകത്ത് ഞാനിവിടെ പ്രവീൺ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് സേവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, നമുക്ക് ഹലോ പ്രവീൺ എന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫങ്ഷൻ വിത്ത് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് റിട്ടേൺ ടൈപ്പുള്ള ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, റിട്ടേൺ ടൈപ്പുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫങ്ഷൻ ഇപ്പോൾ സം എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ, ഓക്കെ, അതായത് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ളൊരു ഫങ്ഷനാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ 2 പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്യും, $A $B. എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മളിവിടെ റിട്ടേൺ $A + $B. ഓക്കെ, അപ്പോൾ ഈ സം എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് വാല്യൂ ആയിരിക്കും, സമ്മിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ എക്കോ സം, നമുക്കിവിടെ 2 വാല്യൂസ് 2 പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യണം, 5, 10. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യും, നമ്മളിവിടെ സേവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 15 എന്ന് പറഞ്ഞ വാല്യൂ വരും. ഞാനിതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മളിങ്ങനെ സേവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 15 എന്ന് പറഞ്ഞ വാല്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫങ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് ഉള്ളൊരു സാധനം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഈ ഒരു കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത് നോക്കേണ്ടത് നമുക്കിപ്പോൾ സമ്മ്, ഓക്കെ, ഇത് തന്നെ നമുക്ക് സമ്മ് തന്നെ വേണമെന്ന് വിചാരിച്ചു. ഇപ്പം നമുക്ക് സമ്മിൻ്റെ ഫങ്ഷനകത്ത് നമുക്ക് ഒരു n നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ചിലപ്പോൾ കാണുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ n നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. എനിക്ക് ചിലപ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫംഗ്ഷനിൽ തന്നെ എനിക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫംഗ്ഷനിൽ എനിക്ക് 4 നമ്പേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു n നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് കാണും. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫ്ലാറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മളിവിടെ ചെയ്യും, $num എന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ നമ്മളിവിടെ array_sum എന്ന് പറഞ്ഞൊരു ഇൻബിൽഡ് PHP ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അറേയുടെ
ഇങ്ങനെ ഒരു സാധനമുണ്ട്. array_sum എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻബിൽഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന നമ്പേഴ്സിനെ എല്ലാത്തിനെയും നമ്മൾ സം ചെയ്ത് നമുക്ക് റിട്ടേൺ ചെയ്ത് ആ വാല്യൂ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇപ്പം ഞാനിവിടെ എക്കോ സം കൊടുത്ത് 5 10 ആദ്യം കൊടുത്ത് ഞാൻ 5 10 20 30. ഇനി അടുത്തൊരു എക്കോ ഞാൻ വിളിക്കുകയാണെങ്കിൽ 30 30 എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 15 വന്ന്, അത് കഴിഞ്ഞിട്ട് 65, അത് കഴിഞ്ഞിട്ട് 105. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ നമുക്ക് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്, അതായത് n നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് പാസ് ചെയ്യാം ഈ ഒരു സ്പ്ലാറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നോർമൽ ഒരു ആണ് ചെയ്യുന്നത്. ഇനി അതല്ല, ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ PHP 8 വെർഷനിലാണെങ്കിൽ നമുക്കൊരു ഈ ഒരു സംഭവം നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് $a = 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ആക്ച്വലി നമുക്കൊരു $a അല്ല, നമുക്കിവിടെ നെയിം എന്ന് പറഞ്ഞു കൊടുക്കാം. തൽക്കാലം നമ്മൾ ഓക്കെ പുതിയൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യും. ഈ ഫംഗ്ഷനല്ല, ഈ സെയിം ഫംഗ്ഷൻ തന്നെ നമുക്ക് സ്ട്രിങ്ങിനകത്ത് നമ്മളിവിടെ ഒരു ഡീഫോൾട്ട് പാരാമീറ്ററിൽ ഒരു ഡീഫോൾട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തെന്ന് ചോദിച്ചു, ജോൺ കൊടുത്തതാണ്. അതായത് പാരാമീറ്ററിൻ്റെ ഡീഫോൾട്ട് വാല്യൂ ജോൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രീറ്റിനകത്ത് ഈ ഫംഗ്ഷന് നമ്മൾ പാരാമീറ്റർ ഒന്നും പാസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഡീഫോൾട്ട് വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ ജോൺ എന്ന് പറഞ്ഞ് വരും. അതായത് പാരാമീറ്ററിൽ ഒരു വാല്യൂ നമ്മൾ പാസ് ചെയ്തില്ല. സെക്കൻഡ് പാരാമീറ്ററിൽ നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. സോ വാല്യൂ പാസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചായിരിക്കും നമുക്ക് വാല്യൂ ഇവിടെ കാണിക്കുന്നത്. സോ ഇതൊരു ഡീഫോൾട്ട് പാരാമീറ്റർ എന്ന് പറയും. പിന്നുള്ള നമുക്ക് ഈ നമുക്ക് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് നമുക്ക് ഫംഗ്ഷനകത്ത് കൊടുക്കാൻ പറ്റും. സോ അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ആ ഫംഗ്ഷൻ വെച്ച് നമുക്ക് ആ കോഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസിക് PHP ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ.